തെരുവുനായ പ്രശ്നത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. നായ്ക്കളുടെ ആക്രമണം മാത്രമല്ല, നായകൾ കാരണമുണ്ടാകുന്ന മറ്റ് അപകടങ്ങളും ആശങ്കയുണ്ടാക്കുന്നതാണ്. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്ന മൃഗസ്നേഹികളെ പരിഹസിച്ച കോടതി പറഞ്ഞു. അക്രമകാരികളായ നായ്ക്കളെ കൊന്നുകളയാൻ ഉത്തരവിടണം എന്ന് നായ്ക്കടിയേറ്റ് മരിച്ച പത്തനംതിട്ട സ്വദേശി അഭിരാമിയുടെ അമ്മ ആവശ്യപ്പെട്ടു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും ഈ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നു. ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ തെരുവുനായ്ക്കളുടെ ആക്രമണം കൂടുന്നുണ്ട് എന്നതാണല്ലോ പരാതിയായി എത്തിയത്. എന്താണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ച ആശങ്ക? ഇതിൽ എന്ത് നടപടിയിലേക്ക് കടക്കാനായിരിക്കും സുപ്രീം കോടതി നിർദ്ദേശിക്കുക? എന്താണ് വിശദാംശങ്ങൾ? ജി കെ, ഈ തെരുവുനായ ആക്രമണത്തിൽ സ്വമേധയാ സ്വീകരിച്ച കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വാദം തുടരുന്നത്. ആദ്യം ഈ ഇരകളുടെ, അതായത് തെരുവുനായ ആക്രമണമേറ്റ ഇരകളുടെ വാദമാണ് കേട്ടത്. അതിനുശേഷം ഇപ്പോൾ മൃഗസ്നേഹികളുടെ വാദമാണ് നടക്കുന്നത്. ഇതിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർ ആവശ്യപ്പെട്ടത് കൃത്യമായ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ തെരുവ് നായകളെ പൂർണ്ണമായി ഈ തെരുവുകളിൽ നിന്ന് ഒഴിപ്പിക്കണമെന്നുള്ളതാണ്. അതിൽ പത്തനംതിട്ടയിലെ നായകടിയേറ്റ് മരിച്ച അഭിരാമിയുടെ അമ്മയുടെ അഭിഭാഷകൻ വാദിച്ചത് ഈ ആക്രമണകാരികളായ നായകളെ കൊന്നുകളയാൻ ഉത്തരവിടണം എന്നാണ് ആവശ്യപ്പെട്ടത്. മുൻകാല കോടതി വിധികൾ കൂടി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ നായ് സ്നേഹികൾക്ക് വേണ്ടി കപിൽ സിബലാണ് ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ നായകളെയും ഈ ഷെൽട്ടറിൽ പാർപ്പിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയില്ല. ഈ ഷെൽട്ടറിലാക്കുമ്പോൾ ഒരു നായയ്ക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ അത് കൂടുതൽ അപകടകരമാകുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിവെക്കും. മാത്രമല്ല, അതൊരു പ്രായോഗികമല്ല, സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടുന്നതാണ് എന്നതും പറയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കോടതി ഒരു പരിഹാസം എന്ന രൂപയുടെ ചോദിച്ചത്. ഈ കടിക്കാതിരിക്കാൻ ഇനി നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് കോടതി മൃഗസ്നേഹികളോട് പരിഹാസ രൂപേണ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഇത് നായ ആക്രമണം മാത്രമല്ല, മറിച്ച് പല അപകടങ്ങൾ ഈ തെരുവ് നായകൾ സൃഷ്ടിക്കുന്നുണ്ട്. റോഡ് അപകടങ്ങൾ, കുറുകെ ചാടുന്നത്, വണ്ടികൾ ആക്സിഡന്റ് ആവുന്ന, അപകടത്തിലാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിലും ഒരു ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു കപിൽ സിബൽ അറിയിച്ചത്. ഒപ്പം തന്നെ CSVR എന്ന് പറയുന്ന മാതൃക, അതായത് ക്യാപ്ചർ, സ്റ്റെറിലൈസ്, വാക്സിനേറ്റ്, റിലീസ് എന്ന് പറയുന്ന മാതൃക ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി കപിൽ സിബൽ മുന്നോട്ട് വെച്ചു. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ സ്വമേധയാ സ്വീകരിച്ച കേസിൽ വാദം തുടരുകയാണ്. ജി കെ, ശരി, ഇപ്പോഴും സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ് എന്നതാണ് ആർ അച്യുതൻ നൽകുന്ന വിവരം ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.